ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഇനി പോയി പല്ല് തേക്കണം. ഇനി പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടേക്കും വല്ല ഗായ്സ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. എല്ലാവർക്കും ചെറിയൊരു പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി, പിന്നെ കാണിച്ചു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാണുള്ളത്. രാവിലെ വന്നതാണ്, പക്ഷെ കുറേ നേരമായി. ഇനി ഒരാളും കൂടി കാണിക്കാണ്ട്, അമ്മ കാണിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. ഞാനൊന്നും കഴിച്ചില്ല രാവിലെ. അമ്മിലും എന്താ കഴിച്ചേ? റസ്കും ചായ. ഞാൻ അതുപോലും തിന്നില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാൻ. ഓക്കെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും ചോറും പിന്നെ ബീഫ് ഫ്രൈയും അച്ചാറും കൂട്ടിയാട്ടോ ഉച്ചയ്ക്ക് കഴിച്ചേ. ചുമ്മാ വയലിലിറങ്ങിയതാട്ടോ. എനിക്ക് വീട്ടിനകത്ത് ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് തണുത്തു. അപ്പോൾ ഇവിടെ മാത്രമേ കുറച്ച് വെയിലുള്ളൂ. അപ്പം ഞാൻ ഈ വെയിലത്തേക്ക് ഇറങ്ങിയതാണ്. ഞാൻ നിങ്ങൾക്ക് കുളം കാണിച്ചു തരാം കേട്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ. രണ്ട് അമ്പിലേ ഉള്ളൂ. പിന്നെ അത് അവിടെയൊക്കെ മൊട്ടാണുള്ളത്. അത് വിരിഞ്ഞിട്ടില്ല. ഇത് രാവിലെ ആവുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അതിങ്ങനെ ചെറുതായിട്ട് പോവും. എന്തൊക്കെയൊക്കെയോ നട്ട് വെച്ചിരിക്കുക. ക്യാബേജും കപ്പ. അവിടെയൊക്കെ വാഴ കേട്ടോ നട്ടിരിക്കണത്. ഇനി ഇതൊക്കെ വലുതാവണം. അപ്പോഴാണ് ഒരു ഭംഗി അറിയാൻ പറ്റുക. എന്ത് ചെയ്യാനാ. ത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു സുഖം, ഭയങ്കര സുഖം. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഇവിടെ എടുക്കാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇതിലിങ്ങനെ നടക്കാം. ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനി വൈകുന്നേരം ചായ കുടിക്കണം. അത് കുഞ്ഞിപ്പം സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അവളും കൂടി വന്നിട്ട് കുടിക്കാം. മുമ്പത്തേക്കും ഭയങ്കരമായിട്ട് വെയിൽ വരിക, പക്ഷേ അകത്ത് കയറുമ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഞാൻ വെയിലത്തേക്ക് വരാൻ വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ ചൂടെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ പിന്നെയും തണുക്കും എനിക്ക്. അപ്പോൾ പിന്നെയും ഞാൻ എന്താക്കും, ഇങ്ങോട്ട് വരും. ഇവിടെ മാത്രമേ വെയിലുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് വെയിലില്ല. അത് കാരണം ഞാൻ കുറേ നേരം പുതപ്പിനകത്ത് കിടന്നു നോക്കി. പക്ഷെ എന്നിട്ടും ഭയങ്കര തണുപ്പ്. എന്താ അത്? അയ്യോ. പിന്നെ എല്ലാവരും കിടന്നുറങ്ങും. വേറൊന്നും ചെയ്യാനില്ല. TV കാണാനാണെങ്കിലോ ഒരു മൂഡില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ എന്നാൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് വന്നതാ. ഇത് ചീര
വിതറിക്കുക. അത് കുറച്ച് ഇനി മാറ്റി നടാനുള്ള പാകുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നടാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നട്ട ടൈമിൽ ഈ കുളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ടുപോയി അതിലിങ്ങനെ നനയ്ക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പയർ നട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങോട്ടേക്ക് വേറെ ചേട്ടൻ വാഴ നട്ടിയോ വാഴ നട്ടു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ടേക്കൊക്കെ ആ സൈഡൊക്കെ ഇതുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് ഇല്ല, അങ്ങോട്ടേക്ക് വാഴയാണ് നട്ടെ. പിന്നെ ആ സൈഡ് ഫുൾ ചീരയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പോയി പറിക്കാം, തിന്നാം. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മാത്രമേ നട്ടുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇനി മാറ്റി നടാനുണ്ട്. എന്തൊക്കെയാ പറയുന്നത്. ഇനി ഇത് പറിച്ചിട്ട് മാറ്റി നടണം ഇങ്ങോട്ടേക്കൊക്കെ. പിന്നെ മുളകൊക്കെ നട്ടുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ കണ്ടു ഗൈസ്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ചീരയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പയറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തൊക്കെയാണ് നട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കപ്പയുണ്ട്, ക്യാബേജുണ്ട്, പിന്നെ ചീരയുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ വാഴയും, ബാക്കിയൊന്നും ഇല്ല. എന്താ ഗൈസ് ഞാൻ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇളനീരൊന്നും ഇല്ല, അതൊക്കെ തീർന്നു. അല്ലെങ്കിൽ അതെങ്കിലും പറിച്ച് കുടിക്കാറുണ്ട്, അതിലാണ് ഇളനീരുണ്ടാവുക. പക്ഷെ അതിലില്ല, ഇപ്രാവശ്യം ഇല്ല. ഉണ്ടായിരുന്നു തോന്നുന്നു, ചിലപ്പോൾ അവർ മുറിച്ച് കുടിച്ചിട്ടുണ്ടാവും. നല്ല രസമുണ്ടല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ. ഒരു ഫോട്ടോ എടുത്തേക്കണം. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. എവിടെ കണ്ടു. ആ ബിൽഡിംഗ് എന്ന് വെച്ചാൽ പണ്ട് മുതൽ ഞാൻ കാണുന്നത് അങ്ങനെ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴും അതിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തെ എപ്പോഴോ കെട്ടാൻ തുടങ്ങിയതാണ്. അതായത് ഞാനൊരു എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ HIM പഠിച്ചപ്പോഴാണ് തോന്നുന്നു. അപ്പോഴൊക്കെ അത് കെട്ടുണ്ട്, ഇപ്പോഴും അത് കെട്ടുണ്ട്. എന്ത് രസമാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് തണുത്ത കാറ്റും, അതായത് ചൂടിങ്ങനെ പാകത്തിനുണ്ട്, തണുപ്പുമുണ്ട്. അപ്പോൾ നല്ല സുഖം. പക്ഷേ ഇനി തിരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒടുക്കത്തെ ചൂടാണ്. വൈകുന്നേരമായപ്പോൾ ഞാൻ ചായയും ഈ ബന്നുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നൈറ്റ് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ അമ്പലത്തിൽ നിന്ന് അച്ഛൻ സാമ്പാറും ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതും കൂട്ടി ഞാൻ രാത്രി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.